താൻ തികഞ്ഞ അയ്യപ്പ ഭക്തനെന്ന് റാന്നിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ. റാന്നിക്കാർക്കൊപ്പം നിന്ന് 5 വർഷത്തിന്റെ ഫലമാകും തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക എന്നും പ്രമോദ് നാരായണൻ പറഞ്ഞു. തുടർച്ചയായ 2ാം വർഷം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എങ്ങനെയാണ്? അഭിലാൽ, മാതൃഭൂമിയോട് ഇത് പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടിരുന്നു മാതൃഭൂമി. അന്ന് ആദ്യമായി എത്തുകയായിരുന്നു റാന്നിയിലേക്ക്. എന്നെ ആദ്യമായി കാണുന്നവർ അപരിചിതത്വമുണ്ടായിരുന്നു. പക്ഷെ 5 വർഷം പിന്നിടുമ്പോൾ എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന വ്യക്തിബന്ധങ്ങൾ എല്ലാ പഞ്ചായത്തിലുമുണ്ട്. ശുഭപ്രതീക്ഷയാണ്. ഉറപ്പായി നല്ല ഭൂരിപക്ഷത്തിൽ റാന്നിയിൽ വീണ്ടും ജയിക്കും. 2020 സ്ഥാനാർത്ഥിയുടെ മത്സരം തന്നെ അങ്ങേ വിജയിപ്പിക്കാനാണ് എന്നുള്ള തരത്തിൽ ചില ചർച്ചകളൊക്കെ കേരളത്തിൽ പല കോണുകളിൽ നിന്നും വന്നിട്ടുണ്ട്. റാന്നിയിൽ NDAയിൽ ഘടകകക്ഷി മത്സരിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പല്ല. അതൊരു പക്ഷേ തോൽവി ഭയക്കുന്നതിൻ്റെ ഒരു മുൻകൂർ ജാമ്യമെടുക്കലാകും എന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. ശബരിമല ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ശബരിമല വിഷയം UDFും NDAയും ഒരുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ ആയുധമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. അങ്ങേക്ക് തന്നെ അറിയാമല്ലോ, ശബരിമലയിൽ നട തുറക്കുമ്പോൾ മണ്ഡലകാലത്ത് എല്ലാം അവിടെ ഒരു ഭക്തൻ എന്ന നിലയിൽ എൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു തരി സ്വർണം എന്തെങ്കിലും ഒന്ന് അയ്യപ്പൻ്റെ കളവെയ്തവർ അവരാരാണെങ്കിലും, ഏത് പാർട്ടിയും ഏത് രാഷ്ട്രീയവുമാകട്ടെ, അവർ തുറുങ്കിലടയ്ക്കപ്പെടണം. അതുതന്നെയാണ് സർക്കാരിൻ്റെയും വിശ്വാസ സമൂഹത്തിൻ്റെയും നിലപാട്. അതിൽ ഭേദങ്ങളില്ല, വ്യത്യാസങ്ങളില്ല. ശബരിമല തീർത്ഥാടനം ചരിത്രത്തിലെ ഏറ്റവും സുഗമമായി നടത്താൻ മുൻകൈയെടുത്തു. മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും എല്ലാം മുൻകൈയെടുത്തു. MLA നിലയിൽ ഞങ്ങളെല്ലാവരും അതിൽ പങ്കുവഹിച്ചാണ്. അത് രാഷ്ട്രീയമല്ല, അത് ഭക്തരോടുള്ള നമ്മുടെ കടപ്പാടാണ്. ശബരിമല കുടിവെള്ള പദ്ധതി, നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി, അവിടെ ഭക്തർക്ക് ടാങ്കറുകൾ വെള്ളം എത്തിച്ചിരുന്നു. 121 കോടി രൂപയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൂടി മുൻകൈയെടുത്ത് MLA എന്നതിൽ ഞങ്ങളുടെ എല്ലാം പ്രയത്നമുണ്ട്. ആ പദ്ധതി നമ്മളിപ്പോൾ കമ്മീഷൻ ചെയ്തു. ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലം എന്നതിനാൽ തന്നെ റാന്നിയിലെ ജയപരാജയങ്ങൾ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. അത് ഫലം വരുന്നതോടെ കേരളം കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്യും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.